കോവിഡ് മഹാമാരിയെ തുടർന്ന് 2 വർഷത്തിനു ശേഷമാണ് അർജന്റീനയിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടനം നടത്തപ്പെടുന്നത്. മറിയത്തോടൊപ്പം ഞങ്ങൾ വീണ്ടും ഒരു സിനഡാത്മക സഭയായി കണ്ടുമുട്ടുന്നു എന്ന ആപ്തവാക്യത്തോടെയാണ് 43ാമത്തെ മരിയൻ തീർത്ഥാടനം നടത്തപ്പെട്ടത്. 3 ലക്ഷം യുവജനങ്ങൾ 100ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ തീർത്ഥാടനത്തിൽ അണിനിരന്നു. കോറിയന്തസിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം 6 മൈൽ പിന്നിട്ടാണ് ഇറ്റാറ്റിയിലെത്തിയത്. ഇറ്റാറ്റി മാതാവിന്റെ രൂപം തീർത്ഥാടനത്തിനായി പ്രത്യേകം അലങ്കരിച്ച് സജ്ജമാക്കിയിരുന്നു. സെപ്റ്റംബർ 17 നടന്ന തീർത്ഥാടനത്തിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്തു. 2 വർഷങ്ങൾക്ക് ശേഷം നടത്തപ്പെട്ട തീർത്ഥാടനത്തിൽ വളരെ സാഹോദര്യത്തോടും പ്രതീക്ഷയോടും ഉത്സാഹത്തോടെയുമാണ് യുവജനങ്ങൾ പങ്കെടുത്തത്. ഒപ്പം മഹാമാരി എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സംരക്ഷിച്ച മാതാവിനോടുള്ള കൃതജ്ഞതയും പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായിരുന്നു യുവജനങ്ങളുടെ തീർത്ഥാടനം. സഭ ഒരു കുടുംബം എന്ന നിലയിൽ സാഹോദര്യത്തിന്റെ ഒരാഘോഷമാണ് പ്രസ്തുത തീർത്ഥാടനമെന്ന് പൊസാഡസ് രൂപതയിലെ യുവജന സംഘടനയുടെ കോർഡിനേറ്ററായ മരിയനേല വില്ലാർ പറഞ്ഞു. ഇറ്റാറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന മാതാവിന്റെ ബസിലിക്കയിലാണ് തീർത്ഥാടനം അവസാനിച്ചത്. ബസിലിക്കയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് ഹ്യൂഗോ നിക്കോളാസ് ബർബാറോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവജനങ്ങൾ മാതാവിന് തങ്ങളെ തന്നെ ഭരമേൽപ്പിക്കണമെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവ് സംരക്ഷിക്കുമെന്നും അത് യുവജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ആശ്രയമാകുമെന്നും ബിഷപ്പ് ഹ്യൂഗോ യുവജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.